നോമ്പിൽ 24-ാം ദിവസം നാം ധ്യാനിക്കുന്നത് വെളിച്ചത്തെ ആശ്ലേഷിക്കുക എന്ന ശീർഷകത്തിൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. ഒരു വസ്തുവിന്മേൽ വെളിച്ചം തട്ടി പ്രതിഫലിക്കുമ്പോഴാണ് അത് നമുക്ക് കാഴ്ചയിലൂടെ, ബോധത്തിലൂടെ അനുഭവേദ്യമായി തീരുന്നത്. കണ്ണിൻ്റെയും മനസ്സിൻ്റെയും കാഴ്ചവട്ടത്തിലാണ് ഒന്നിനോടുള്ള ബന്ധം ആരംഭിക്കുന്നതും കാഴ്ചയെയും ഉൾക്കാഴ്ചയും പ്രബലപ്പെടുത്തുന്നത്. ബന്ധങ്ങളെ പാരസ്പര്യതയിൽ നിലനിർത്തുന്നത് വെളിച്ചമാണ്. ഇരുളിൽ എല്ലാം അഗോചരമായതുകൊണ്ട് തന്നെ അവിടെ കാഴ്ചയുടെ സൗന്ദര്യമില്ല, ബന്ധങ്ങളുടെ ഊഷ്മളതയുമില്ല. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടവർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാഴ്ചയുടെ തുറവി ലഭിച്ചവർ എന്നല്ലേ? വീണ്ടും ഇരുട്ടിനെ പുൽകി ഒറ്റപ്പെടാൻ പാടുണ്ടോ? ലോകത്തിൻ്റെ വീണ്ടെടുപ്പിനായി ദൈവം അയച്ച താൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്നും തന്നിൽ വിശ്വസിക്കുന്നവർ ലോകത്തിൻ്റെ വെളിച്ചമാണെന്നും ക്രിസ്തു തന്നെ പറയുന്നുണ്ട്. വെളിച്ചമാകുവാൻ, വെളിച്ചത്തിന് സാക്ഷിയാകുവാൻ, വെളിച്ചം പകരുവാൻ കഴിയുന്നില്ലല്ലോ എന്ന് അനുതപിക്കാം. ഇരുട്ടിനോട് സമരസപ്പെടാതെ ലോകത്തിന് ജീവനും ചൈതന്യവും സുതാര്യതയും പകരുന്ന വെളിച്ചമായി തീരാം. തനിച്ചല്ല നമ്മൾ, വെളിച്ചമായി ജീവിച്ച് എരിഞ്ഞടങ്ങിയ എത്രയോ പേർ. മധ്യപ്രദേശിലെ ഇൻഡോർ പ്രദേശത്ത് ഇരുളനുഭവങ്ങളിലുള്ളവർക്ക് പ്രകാശത്തിൻ്റെ കാഴ്ചകളും സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായുവും പകർന്നു നൽകി അനീതിയുടെയും തിന്മയുടെയും നേർക്കുനേർ നിന്ന് പൊരുതിയ അസ്തമിക്കാത്ത വെളിച്ചമാണ് സിസ്റ്റർ റാണി മറിയ. സ്വാർത്ഥതയുടെ, സ്നേഹശൂന്യതയുടെ, അനീതിയുടെ ഘടനകളോട് അറിഞ്ഞുമറിയാതെയും സമരസപ്പെട്ട് ജീവിക്കുമ്പോൾ ക്രിസ്തുവും സിസ്റ്റർ റാണി മറിയയെ പോലെയുള്ളവരും നമ്മെ നോക്കി വേദനയോടെ ഊറിച്ചിരിക്കുന്നുണ്ടാവില്ലേ? വെളിച്ചത്തിൻ്റെ വീണ്ടെടുപ്പിനായി യത്നിക്കാം. ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ.